ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ് തിരുസഭ ഇന്ന് ധ്യാനിക്കുവാൻ തരുന്ന സുവിശേഷ ഭാഗം. തങ്ങളുടെ സുവിശേഷ പ്രഘോഷത്തിന് ശേഷം അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിക്കുന്നു. അവർ ആയിരുന്ന സ്ഥലത്ത് ഭക്ഷണം കഴിക്കുവാൻ പോലും ഒഴിവ് കിട്ടാത്ത രീതിയിൽ അവർക്ക് തിരക്കാകുന്നു. അതുകൊണ്ട് ഈശോ ശിഷ്യന്മാരെയും കൊണ്ട് വിശ്രമിക്കുവാൻ വിജനസ്ഥലത്തേക്ക് പോകുകയാണെങ്കിലും അവിടെയും ജനക്കൂട്ടം അവരെ കാത്തിരിക്കുന്നു. ഈശോ ജനക്കൂട്ടത്തെ പഠിപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഈശോയെപ്പറ്റി ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. അതിനർത്ഥം തൻ്റെ അപ്പോസ്തലന്മാർ എന്തൊക്കെയാണ് ചെയ്തതെന്നും പഠിപ്പിച്ചതെന്നും വളരെ വ്യക്തമായി അറിഞ്ഞിരുന്ന ഈശോയാണ് അവർ തിരിച്ചു വന്ന് തങ്ങൾ ചെയ്തത് വിവരിക്കുമ്പോൾ കേട്ടിരിക്കുന്നത്. ഞാൻ തീരെ കുട്ടിയായിരിക്കുന്ന സമയം ബേബി ക്ലാസ്സിൽ നിന്നും വരുമ്പോൾ എൻ്റെ അമ്മ എന്നെ അടുക്കളയിലെ അരമതിൽ കയറ്റിയിരുത്തും. ഞാൻ അന്നത്തെ വിശേഷങ്ങളിരുന്ന് പറയും. അമ്മ അത് ശ്രദ്ധയോടെ കേട്ടിരിക്കും. എന്നിട്ട് അമ്മ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ തരും. ഇതുപോലെ കുട്ടികളെ നമ്മൾ എത്രയാണെങ്കിലും കേട്ടിരിക്കും. എന്നാൽ മുതിർന്നവരെ, അല്പം പ്രായമായവരെ നാം കേട്ടിരിക്കില്ല. അതിന് നാം പറയുന്ന കാരണങ്ങൾ നമുക്ക് സമയമില്ലെന്നും അവർ പറഞ്ഞത് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നതെന്നും അത് നമുക്കറിയാമെന്നുമാണ്. ഇന്നത്തെ സുവിശേഷം നോക്കുക. എല്ലാം അറിഞ്ഞിട്ടും ഈശോ തൻ്റെ ശിഷ്യന്മാരെ കേട്ടിരിക്കുകയാണ്. അത് അവർക്ക് നൽകുന്ന അംഗീകാരവും പ്രോത്സാഹനവും വലുതാണ്. ഈശോയ്ക്ക് വേണമെങ്കിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായം 48-ാം വാക്യത്തിൽ ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന് ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന നഥാനിയേലിനോട് പറഞ്ഞതുപോലെ ഞാൻ എല്ലാം കണ്ടുവെന്നും അറിഞ്ഞുവെന്നും പറഞ്ഞാൽ മതി. പക്ഷേ അങ്ങനെ ചെയ്തില്ല. കേട്ടിരിക്കാൻ ആളുണ്ടായിരിക്കുക ഒരു ചെറിയ കാര്യമല്ല എന്ന് വിജയ് സൂപ്പറും പൗർണമിയും എന്ന ചിത്രത്തിലെ നായിക പറയുന്നുണ്ട്. നിർഭാഗ്യമെന്ന് പറയട്ടെ, തങ്ങളുടെ ജീവിതകാലത്ത് പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ മുതിർന്നവർ വിവരിക്കുന്നത് കേട്ടിരിക്കുവാൻ ഇന്ന് ആളില്ല. കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഹെൽത്തി ഏജിംഗ് മൂവ്മെൻറ്റ് എന്ന സംഘടന വയോജനങ്ങൾക്കായി കേരളത്തിൽ ടോക്കിംഗ് പാർലറുകൾ ആരംഭിച്ചു. 2-3 ആഴ്ചകൾ കൊണ്ട് 70-ലധികം ടോക്കിംഗ് പാർലറുകൾ ആലപ്പുഴ ജില്ലയിൽ മാത്രമുണ്ടായി. ഓർക്കണം, കേൾവിക്കാരെ ലോകത്തിന് പ്രായമുള്ളവർക്ക് ഇന്ന് ആവശ്യമുണ്ട്. കൊച്ചിയിലെ ഒരു കൗൺസിലിംഗ് സെൻ്ററിൻ്റെ ഒരു പ്രത്യേക പ്രോഗ്രാമിൻ്റെ പേര് തന്നെ ഞാൻ കേൾക്കാം എന്നുള്ളതാണ്. നല്ലൊരു കേൾവിക്കാരനായി മാറുന്നത് ഒരു ചെറിയ കാര്യമല്ല. കേൾക്കുക ദൈവത്തെയും മനുഷ്യരെയും.